ജീവിതത്തിലെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ മെഡിറ്റേഷൻ അഥവാ ദൈവസ്മരണയാണ് ഏറ്റവും നല്ല മാർഗമെന്നാണ് ജീവിതാനുഭവങ്ങളാകുന്ന പാഠങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കണ്ണുകൾ അടച്ചുകൊണ്ടോ അടയ്ക്കാതെയോ ദൈവം ഈ നിമിഷവും നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ ചെറിയ അനുഗ്രഹങ്ങളെയും ഓർത്ത് നാഥന് നന്ദി പറയുകയും ഇനിയുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ദൈവത്തിലേക്ക് സമർപ്പിച്ച് ഹൃദയത്തെ ശാന്തമാക്കുക. നമ്മുടെ കാര്യങ്ങൾ ദൈവത്തിൽ സമർപ്പിച്ചതിന് ശേഷവും മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ നാം ഏൽപ്പിക്കപ്പെട്ടത് യഥാർത്ഥ രൂപത്തിലായില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മെ മറ്റുള്ളവരിലേക്ക് താരതമ്യം ചെയ്യുകയോ നമ്മെ നാം തന്നെ തരം താഴ്ത്തുകയോ അല്ല വേണ്ടത്. ആത്മവിശ്വാസവും ആത്മധൈര്യവും എപ്പോഴും നമുക്ക് നാം തന്നെ നൽകിക്കൊണ്ടിരിക്കണം. ഒരേ നാണയത്തിലെ ഇരുവശങ്ങൾ എന്ന പോലെ ജീവിതത്തിൽ കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഒരിക്കലും വിജയത്തെ തലയിൽ കയറ്റി അഹങ്കരിക്കുകയോ പരാജയത്തെ മനസ്സിൽ കയറ്റി നിരാശപ്പെടുകയോ ചെയ്യരുത്. തോൽവിയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് പറന്നുയരാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവർക്ക് കിട്ടിയതായ അനുഗ്രഹങ്ങളുടെ കണക്ക് നോക്കി സ്വന്തത്തെ ഉപദേശിക്കാൻ ഒരിക്കലും തയ്യാറാകരുത്. അത് ആളിക്കത്തുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ ഇപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചെറിയ അനുഗ്രഹങ്ങൾക്ക് പോലും സന്തോഷം രേഖപ്പെടുത്തുക, അതിൻ്റെ പേരിൽ അഭിനന്ദിക്കുക. എങ്കിൽ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ മികച്ചത് നമ്മളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. പലർക്കും പല രീതിയിലുള്ള കഴിവുകളാണ്. ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ, വ്യത്യസ്തമായ കഴിവുകൾ മനസ്സിലാക്കി ആ കഴിവുകളെ വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. പരീക്ഷകളിൽ തോൽക്കുന്നവർ ജീവിതത്തിൽ തോൽക്കുന്നില്ല. അങ്ങനെയുള്ളവർ തന്നെയാണ് ജീവിതമെന്ന അഗ്നിപരീക്ഷയെ വിജയിച്ചിട്ടുള്ളവർ. ഈ പരീക്ഷകളിലെ തോൽവിയല്ല നമ്മുടെ ജീവിതത്തെ നിശ്ചയിക്കുന്നത്. തോൽവിയുടെ പേരിലോ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിലോ നിങ്ങൾ ഒരിക്കലും തളരരുത്. വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഒരു വാതിലല്ല, 1000 വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ട്. നിങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. കാരണം ശ്രമം ഉപേക്ഷിക്കാത്തവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവർ. സർവശക്തൻ നമ്മുടെ ശ്രമങ്ങളെല്ലാം വിജയത്തിലെത്തിക്കട്ടെ.